ഹലോ, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പം ക്വസ്റ്റ്യൻ എഴുതിക്കോളി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് എൽ ഓഫ് ടി. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിടുന്നതാണ് എൽ ഓഫ് 1 ആണ്. ഇപ്പൊ കാണാൻ പോകുന്നത് എൽ ഓഫ് ടി ആണ്. ഓക്കെ, ഇത് കാണുമ്പോൾ നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത അതേമാതിരി തന്നെ ഇക്വേഷൻ എഴുതി. ഇക്വേഷൻ ഒന്നുകൂടി നമ്മൾ എഴുതുന്നുണ്ട്. L of f of t is equal to integral 0 to infinity e raised to minus st into f of t dt ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ഈ എഫ് ഓഫ് ടിക്ക് പകരം ടി ആണ് വന്നത്. ഓക്കെ, ഞാൻ ദൂരം കൂടി ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് ടി ഈക്വൽ ടു ടി കത്തിയല്ലോ. ഇനി നമുക്ക് എന്ത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? എൽ ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity e raised to minus st into f of t ക്ക് പകരം കൊടുക്കുകയാണ് t കൊടുക്കുകയാണ് into t dt. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ട് ഫംഗ്ഷൻ വന്നു. t എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്, e raised to minus st എന്ന് പറഞ്ഞാൽ വേറൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അതിന് മുമ്പ് പ്രൊഡക്റ്റ് റൂൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഇന്റഗ്രലിന്റെ പ്രൊഡക്റ്റ് റൂൾ, അതായത് നമ്മൾക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഇന്റഗ്രൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് തൽക്കാലത്തിന് കൊടുക്കണില്ല. ഇന്റഗ്രൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ dx dxോ dt എന്ത് വേണമെങ്കിൽ എടുക്കട്ടോ. ഞാൻ dt എടുക്കാം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള dt ആണ് കൂടുതലും, അതുകൊണ്ട് dt എടുത്തു. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്, ഇത് റോമൻ ലെറ്ററിലുള്ള 2 ആണ്. അപ്പൊ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക? അഥവാ പ്രൊഡക്റ്റ് റൂള്. ബേസിക് ആയിട്ടുള്ള കാര്യം പറയുന്നത് ഇത് അറിയാത്ത ആൾക്കുള്ളതാണ്. ഞാൻ അഥവാ എങ്ങാനും ഇത് അറിഞ്ഞ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്തോളൂ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ dt. എപ്പോഴും ഇന്റഗ്രൽ ചെയ്തുമ്പോൾ അതിന്റെ കൂടെ dt എഴുതണം. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ dt. ഇപ്പൊ ഈ ഒരു ഇന്റഗ്രലാണ് dt ഇട്ട് കൊടുത്തത്. ഇവിടെ ഇന്റഗ്രൽ ഉണ്ട്, അപ്പൊ അതിനും കൂടി എന്ത് ചെയ്യാം? ഒരു dt ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ പ്രൊഡക്റ്റ് റൂള്. ഫസ്റ്റ് ഫംഗ്ഷൻ ആദ്യം എഴുതുക, ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എഴുതുക, മൈനസ് ഒരു ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കാണാം, സെക്കൻഡ് ഫംഗ്ഷൻ ഇന്റഗ്രലും കാണാം. അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഇന്റഗ്രൽ കാണാം. അങ്ങനെയാണ് ഇത് ചെയ്യല്. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു സംഭവം കൂടി പറയാണ്ട്, ഹൈലൈറ്റ് റൂള്. ഹൈലൈറ്റ് റൂള് ഞാൻ വെയ്യി. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഹൈലൈറ്റ് റൂൾ എന്താ പറയുന്നത്? ഹൈലൈറ്റ് റൂളിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് നമ്മൾ പരിഗണിക്കേണ്ടത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെയാണ്. പിന്നെ പരിഗണിക്കേണ്ടത് ലോഗരിതമിക് ഫംഗ്ഷനെയാണ്. പിന്നെ പരിഗണിക്കേണ്ടത് ആൾജിബ്രായിക്ക്, പിന്നെ ട്രിഗണോമെട്രിക്, പിന്നെ എക്സ്പോണൻഷ്യൽ. എക്സ്പോണൻഷ്യൽ പറഞ്ഞാൽ ഈ വരുന്നതൊക്കെ ഈന്ന് വരുന്ന ഇതൊക്കെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പറഞ്ഞാൽ എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, അതൊക്കെ. മറ്റേ എല്ലാം ലോഗരിതമിക്, ലോഗ് വരുന്ന ഫംഗ്ഷൻസ്, ലോഗരിതം ഫംഗ്ഷൻസ്. ആൾജിബ്രായിക്ക് പറഞ്ഞാൽ ആൾജിബ്രായിക്ക് വരുന്ന ടിയും എക്സും വൈയും അതൊക്കെ ആൾജിബ്രായിക്കിട്ട് വരുന്നതാണ്. ട്രിഗണോമെട്രിക് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്, കോസ് എക്സ്, അതേപോലുള്ള കാര്യങ്ങളൊക്കെ. എക്സ്പോണൻഷ്യൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആദ്യം പരിഗണിക്കുന്നത് ഇൻവേഴ്സ്. ഇങ്ങനെ ഈ ഓർഡറിലാണ് നമ്മൾ എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 1 2 3 4 5 ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം ആരാളുള്ളത്? e raised to minus st ആണ്. പക്ഷെ ഇതിന്റെ പരിഗണന ഇപ്പോൾ 5ാം സ്ഥാനത്താണ്. ഫസ്റ്റ് സ്ഥാനം ആർക്കുണ്ട്? ആൾജിബ്രായിക്കിനുണ്ട്. അപ്പൊ ആദ്യത്തെ ആൾജിബ്രായിക്കിന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity t into e raised to minus st dt എന്ന് എഴുതണം. ആദ്യം t എഴുതണം. ഇനി തിരിച്ചു ചെയ്താലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പക്ഷെ സ്റ്റെപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട് ചില ക്വസ്റ്റ്യനുകളിൽ. ഈ ക്വസ്റ്റ്യനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ സ്റ്റെപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ അപ്ലൈ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് സ്റ്റെപ്പ് കൂടുന്നു മാത്രം. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ, അവിടെയുള്ള പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ അത് ടി ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 0 to infinity. ഓക്കെ, ഇത് അപ്ലൈ ഉണ്ട്. നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ടി ഇൻറ്റു e raised to minus st, e raised to minus st dt. സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ e raised to minus st dt. ഓക്കെ, ഈ ഇന്റഗ്രലാണ് dt ഇട്ട് കൊടുത്തത്, ഇന്റഗ്രൽ dt ഇട്ട് കൊടുക്കണം. ഇനി എന്താ ചെയ്യുക? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റിനുള്ള കോളം വരക്കുക, 0 to infinity. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്ത് നോക്കാം. ആദ്യം t which is equal to t into e raised to minus s ഇന്റഗ്രൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞത് e raised to minus st divided by minus s ആണ്. ഈ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും ഇതിനും ബാധകമാണ്, ഇതിനും ബാധകമാണ്. ഞാൻ ആദ്യം ഇതിന് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യാൻ മീൻസ് ബ്രാക്കറ്റിലാക്കി ചുരുക്കുകയാണ് ഇതിനെ നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. 0 to infinity മൈനസ് പിന്നെ ഇന്റഗ്രൽ ഉണ്ട്,
ഇത് ഞാൻ എന്ത് ചെയ്യണം ഒന്നുകൂടി എടുത്തതാണ് 0 to infinity. ഈ ഡിയും കട്ടായി പോയി 1 വരും. 1ന്റെ ഇന്റഗ്രൽ e raised minus st dt എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നെയാണ്, അതായത് e raised minus st dt തന്നെയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം ഇതിന്റെ ഇന്റഗ്രൽ എഴുതുമ്പോൾ e raised minus st divided by minus s dt വന്നു. ഈ dt ആണ് ഇവിടെ ഈ ഇന്റഗ്രൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഈ ഇന്റഗ്രൽ ബാക്കിയുണ്ട്. ഇത് 1 ആയിട്ട് പോയി, ഇതിന്റെ വാല്യൂ എന്താണ്? 1 ആയിട്ട് പോകും. ഓക്കെ, ഇങ്ങനെ വരും. ഇനി ഞാൻ ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം, അതേപോലെ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യും വേണം. ഓക്കെ, അത് ഞാനൊന്ന് ഇവിടെ ഇതുണ്ട്. ആദ്യം ഈ -1/s നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഞാൻ എപ്പോഴും പുറത്തേക്ക് എടുക്കണം, കാരണം ഇയാൾ നമുക്ക് എന്ത് ചെയ്യാലോ ഒന്നും ചെയ്യാനില്ല, അയാൾ മാറൂല അവിടുന്ന്. അപ്പൊ അയാളൊന്ന് പുറത്തേക്ക് ഇടാം, which is equal to 1 divided by s. മൈനസിന്റെ -1 divided by s t into e raised minus st. ആദ്യം ടിക്ക് പകരം എന്ത് കൊടുക്കണം? ഇൻഫിനിറ്റി കൊടുക്കണം. അപ്പൊ ഇൻഫിനിറ്റി ഇൻറ്റു e raised minus s into ഇൻഫിനിറ്റി എന്ന് വരും. ഓക്കെ, അത് പറ്റിയല്ലോ. പിന്നെ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, ഒരു മൈനസ് ഇട്ട് കൊടുക്കുക, e raised minus s into 0 എന്ന് വരും. ഓക്കെ, ഇപ്പൊ കണ്ടോ e raised minus s into ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ e raised minus ഇൻഫിനിറ്റി ആണ്. e raised minus ഇൻഫിനിറ്റി ആണ് 0 ആണ്, ഇത് 0 ആയി പോകും. എന്തായി പോകും? 0 ആയി പോകും. പിന്നെ e raised minus s into 0, സോറി ഇവിടെ 0 അപ്ലൈ ചെയ്യാണ്ട് ഇവിടെ ഞാൻ ടിക്ക് ഇൻഫിനിറ്റി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇവിടെ 0യും കൂടി 0ന്റെ കുറവുണ്ട്. ഞാൻ ടിക്ക് പകരം കൊടുത്തിട്ടില്ല, 0 കൊടുത്തിട്ടില്ല. അപ്പൊ 0 into e raised minus s into 0, ഈ വാല്യൂ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അത് വിട്ടുപോയതാണ്, നിങ്ങൾ വിട്ടുപോയരുത്. എന്ത് ചെയ്യണം? ഇവിടെ ടിക്ക് പകരം എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. ഞാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പൊ എന്തായി? ഈ ടേം മൊത്തം 0 ആയി പോയി. ഇനി നമുക്ക് ആരെ മാത്രം പരിഗണിക്കാനുള്ളൂ? ഈ ഒരു സാധനത്തിന് മാത്രമേ പരിഗണിക്കാനുള്ളൂ. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തത്. ഇനി കൂട്ടത്തോടെ ചെയ്താലും നിങ്ങൾക്ക് ഉത്തരം തന്നെ കിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം? ഈ മൈനസ് പ്ലസ് ആവുമല്ലോ അല്ലെ, മൈനസ് പ്ലസ് ആയി. ഇനി 1/s ഒന്നുകൂടി പുറത്തേക്ക് എടുക്കുകയാണ്, which is equal to 1/s. ഇതിപ്പോ 0 ആയി പോയേ, ഞാൻ ഇതിന്റെ ആവശ്യമില്ല. 1/s പുറത്തേക്ക് എടുത്തു. പിന്നെ ബാക്കി എന്താ ആരുണ്ടാവുക? e raised to 0 to infinity e raised to minus st dt ആണ് ബാക്കി ഉണ്ടാവുക. ഇന്റഗ്രൽ e raised minus st dt ന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 1 divided by s into, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് e raised to minus st divided by minus s. ഞാൻ ഒരുപാട് തവണ എന്താണ് ഇതിന്റെ ഇന്റഗ്രൽ പറഞ്ഞതാണ്. ഓക്കെ, ഇനി എന്താണ്? ഈ നെഗറ്റീവിനെ പുറത്തേക്ക് എടുക്കണം, ഈ എസ് എസ് തമ്മിൽ ഗുണിക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. 1 divided by s into s എന്താണ്? s സ്ക്വയർ ആണ്. പിന്നെന്താണ്? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. e raised minus s ന്റെ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി തരാം, e raised minus st into 0 to infinity ഇങ്ങനെ വരും. ഇനി ഇതിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, സ്ഥലമുണ്ടോ? ഓക്കെ, ഞാൻ അതൊന്ന് റബ്ബ് ചെയ്തിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, ബാക്കി ഞാൻ ഇവിടെ ചെയ്യണ്ടേ, ഈ ഒരു ഭാഗത്തെ കാര്യം വാങ്ങിച്ചിട്ടുണ്ട്. എന്താ ഉള്ളത്? 1 divided by s സ്ക്വയർ. അങ്ങനെ ഉണ്ട്. ഇനി എന്ത് ചെയ്യാ? ടിക്ക് പകരം ആദ്യം ഇൻഫിനിറ്റി കൊടുക്കുക, e raised minus s into ഇൻഫിനിറ്റി. എന്താണ്? e raised minus ഇൻഫിനിറ്റി ആണ് വരിക. പിന്നെ മൈനസ് s into 0, e raised minus s into 0 പറഞ്ഞാൽ എന്താണ്? e raised 0 ആണ്. -0 എന്ന് എഴുതരുത് കേട്ടോ, e raised 0 ആണ്. ഈ സാധനം എന്തായി പോകും? 0 ആയി പോകും. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, e raised minus ഇൻഫിനിറ്റി വാല്യൂ 0 ആണ്. ഈ നെഗറ്റീവും കൂടി പോസിറ്റീവ് ആവും. ഇതിന്റെ വാല്യൂ 1 ആയിട്ട് മാറും. അപ്പൊ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 1 മാത്രമേ ഉണ്ടാവുള്ളൂ. 1/s സ്ക്വയർ into 1 എന്ന് പറഞ്ഞാൽ 1/s സ്ക്വയർ ആണ്. ഇവിടെ എന്താ കിട്ടിയത്? l of t എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാക്കറ്റഡ് ആണ്. l of t പറഞ്ഞാൽ എന്താണ്? 1/s സ്ക്വയർ ആണ്. അപ്പൊ l of 1 നമ്മൾ കണ്ടുപിടിച്ചു, l of t കണ്ടുപിടിച്ചു. ഇതിനൊക്കെ എന്തുണ്ട്? ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല ചെയ്ത് കഴിഞ്ഞാൽ l of 1ഉം അതേപോലെ l of t ഒക്കെ കിട്ടും. പക്ഷെ എങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്ത് ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത പാട്ടിൽ വരാം. താങ്ക് യു.